ഗുഡ് മോർണിംഗ് ഗായ്സ്, എന്തൊക്കെ എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് ആപ്പിൾ പിക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ലണ്ടൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് ഒക്ടോബർ ഡേയ്സിൽ ഇങ്ങനെ സണ്ണി ആയിട്ട് ഡേ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. ഞാൻ എന്തായാലും ഭാഗ്യത്തിന് വെതർ നോക്കിയിട്ടാണ് ഇന്നൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു, ഇനി പോകുന്ന അന്ന് മഴയാവോ, പണി കിട്ടുമെന്നൊക്കെ. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ നല്ല സണ്ണി, നല്ലൊരു പ്ലസൻറ്റ് ഡേ ആണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോകണം. ഞങ്ങൾക്ക് രാവിലെ നേരത്തെയാണ് അപ്പോയിൻമെൻ്റ് ഉള്ളത്, അപ്പോൾ അതായത് ബുക്കിംഗ് ഉള്ളത്. അപ്പോൾ നേരത്തെ തന്നെ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ ഞാൻ പോകുന്ന മുമ്പ് പെട്ടെന്നൊരു ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ തൊണ്ട ഇതൊക്കെ കുറച്ച് മോശമാണ്, കുറച്ച് ദിവസമായിട്ട് പനി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആവുന്ന കാണിക്കാം. എനിക്ക് ടൈമില്ല, ലേറ്റ് ആക്കാനും പറ്റില്ല. അപ്പോയിൻമെൻ്റ് ഇല്ല, ബുക്കിംഗ് ഉള്ളത് കാരണം ടൈമിന് തന്നെ അവിടെ എത്തണം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാം. സ്കിൻ കെയറും കാര്യങ്ങളൊന്നും അത്ര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ല. എൻ്റെ കയ്യിൽ കുറച്ച് പ്രൊഡക്റ്റൊക്കെ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മുഖത്ത് കാണിച്ചു കൂട്ടും. അതാണ് എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എന്താ പറയണ്ടേ, എന്താ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ കുറച്ച് ടോണർ എടുത്ത് അപ്ലൈ ചെയ്യാണ്. ഞാൻ ഈ ഗെറ്റഡി വീഡിയോ ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ലൈഫ് സ്റ്റോറീസ് അല്ലെങ്കിൽ പഴയ കഥകൾ, ജീവിത കഥകളൊക്കെ പറയുന്നതാണ്. എനിക്കങ്ങനെ പറയാനിപ്പോൾ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ തന്നെ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയേണ്ടതെന്നുള്ളത്. ഇവിടുത്തെ സ്ലീപ്പിംഗ് റുട്ടീനൊന്നും അത്രേ ശരിയല്ല, അതുകൊണ്ട് എൻ്റെ കണ്ണൊക്കെ ആകെ ഡാർക്ക് സർക്കിൾസ് വന്ന് ഇതായിട്ടുണ്ട്. ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോഴാണ് എനിക്കും മനസ്സിലാവുന്നത്. എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് നല്ല ഇതിൻ്റെ ഇഷ്യൂ ഉണ്ട്, ഡ്രൈ സ്കിന്നിൻ്റെ ഇഷ്യൂ ഉണ്ട്. എൻ്റെ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. നാട്ടിൽ നിന്നായിരുന്നപ്പോൾ എനിക്കൊരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ നോർമൽ സ്കിന്നായിരുന്നു. അത്ര ഡ്രൈയും അല്ല, എന്നാൽ അത്ര ഓയിലും അല്ല, അങ്ങനത്തെ ഒരു സ്കിന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം സമ്മറാണെങ്കിലും വിൻ്റർ ആണെങ്കിലും എൻ്റെ സ്കിൻ എപ്പോഴും നല്ല ഡ്രൈ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ കുറേ അധികം മോയ്സ്ചറൈസർ വാരി തേക്കാറുണ്ട്, എന്നാലേ ഉള്ളൂ ഡ്രൈനെസ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മൂക്കിൻ്റെ ഈ ഭാഗം നെറ്റിയൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊടി 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 വരും. അതെനിക്കത്ര ഇഷ്ടമല്ല അങ്ങോട്ട്. ഇവിടെ വന്നിങ്ങനെ ഡ്രൈ ആയ കാരണത്തിന് ഞാൻ കുറേ മോയ്സ്ചറൈസർ വാങ്ങി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ റോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബാരിയർ ബട്ടർ, അതാണ്.
ഒരു ബട്ടർ സ്മൂത്ത്നെസ് ഒക്കെ ഇപ്പം ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എന്താ പഴയ പോലെ തന്നെ ആവും. നല്ല സണ്ണി ആണെങ്കിലും അത്ര UV ഇല്ല, UV ബിലോ 3 തന്നെ ഉള്ളൂ. എന്നാലും ഞാൻ സൺസ്ക്രീൻ ഇടാണ്. അങ്ങനെ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ഐ ആണ്. സംസാരിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിൾ പിക്കിങ്ങിനെ പറ്റി പറയാം. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ആപ്പിൾ പിക്കിങ്ങിന് പോകുന്നത്. ഞാൻ എല്ലാ വർഷവും യൂട്യൂബിലും ഇതിലൊക്കെ ആയിട്ട് വീഡിയോസ് കാണാറുണ്ട്. പക്ഷെ എനിക്കിതുവരെ പോകാൻ പറ്റിയിട്ടില്ല. യൂഷ്വലി ഒക്ടോബർ നവംബർ ടൈമിലാണ് ആപ്പിൾസ് നല്ലോണം, അതായത് അവർ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈമൊക്കെ ആ സമയത്താണ് അവരിങ്ങനെ PIOs, അതായത് പിക്ക് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് ഈ സംഭവമൊക്കെ വെക്കാറ്. ഇപ്പം ഞാൻ ഐബ്രോ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ കറക്റ്റർ യൂസ് ചെയ്യാണ്. എൻ്റെ കയ്യിൽ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് കൈ വെച്ച് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. സത്യം പറയാലോ, എനിക്കങ്ങനെ മേക്കപ്പ് ചെയ്യാനൊന്നും അറിയൊന്നുമില്ല. ഞാൻ എൻ്റേത് കുറച്ച് കൂടിപ്പോയില്ലേ. ഞാനൊരു വീഡിയോയും ഇതൊന്നും കണ്ടിട്ടല്ല ഇത് ചെയ്യുന്നത്. എൻ്റെ ഒരു ഇതിൽ അങ്ങനെ ചെയ്യാണ്. ഇനി ഞാൻ ഈ ഐ പെൻസിൽ, ഐ സ്കെച്ചോ എന്താ തന്നെ പറയാം, ഐ ലൈനർ, അത് വെച്ചിട്ട് എഴുതാണ്. എനിക്ക് ഇത് നോക്കിയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ പറ്റുന്നൊന്നുമില്ല. എന്നാലും ഒരു മിനിറ്റേ, ഞാൻ വേറൊരു മിറർ എടുത്ത് വന്ന് ചെയ്യാം. നൈസായിട്ട് കൊളായിട്ടുണ്ട്, എന്നാലും ഞാൻ മൈൻഡാക്കുന്നില്ല. അപ്പം എൻ്റെ ഐ വരക്കൽ കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ ഇതുവരെ ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ക്യാമറ തിന്നാൻ വരുന്ന പോലെ അത്രയും മുന്നിലോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തന്നെ കാണുമ്പോൾ ബോറായി തോന്നുന്നുണ്ട്. ഒന്നും വിചാരിക്കല്ലേ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാം. പിന്നെ എൻ്റെ കണ്ണ് കുറച്ച് വലുതാണ്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ പേടിയാവുന്നുണ്ട്. ഇനി ഞാൻ ഈ ബ്രൗൺ ഐ സ്കെച്ച് വെച്ചിട്ട് ഈ അണ്ടർ ഐയിലൊന്ന് ചെറിയൊരു ഇത് കൊടുക്കുകയാണ്. നമ്മൾ ഐ നല്ല ഡിഫൈനായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഫൈനൽ സ്റ്റേജിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, കുറച്ച് കൂടിപ്പോയി. ജോക്കറിനെ പോലെ ഉണ്ടോ? ഓക്കെ, കുറച്ചൊന്ന് തുടക്കട്ടെ. അങ്ങനെ ഈ ലിപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഞാൻ കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്യാണ്. ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മേക്കപ്പ് അത്ര എക്സൈറ്റിംഗ് ഒന്നുമില്ല. കുറച്ച് ടിൻഡർ ലിപ് ബാംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇത് കഴിഞ്ഞു. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത ബ്ലഷ് തന്നെ കുറച്ച് ലിപ്പിലിടാറുണ്ട്. ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്കങ്ങനെ ഇടാൻ വേണ്ടി താല്പര്യമില്ലാഞ്ഞിട്ടാണ്. കുറച്ച് ലിപ് ഗ്ലോസ് കൂടെ അപ്ലൈ ചെയ്യാം. ഇതിൽ ഞാൻ അങ്ങനെ പ്രൊഡക്റ്റ് കാണിക്കണോ? എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നിങ്ങളിത് എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, ഇതെന്താ ഡീറ്റെയിൽ കാണാനല്ലേ, അതാ ഞാൻ വിചാരിക്കണേ. ചിലപ്പോൾ നിങ്ങൾ ഈ ഭാഗമൊക്കെ സ്കിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഡൺ. സോ ഈ പെർഫ്യൂം കൂടെ അടിച്ചു കഴിഞ്ഞാൽ
പരിപാടി കഴിഞ്ഞു. ഞാൻ 2 പെർഫ്യൂംസ് മിക്സ് ചെയ്തിട്ടാണ് അടിക്കണേ. ഓക്കെ, ഡൺ. ഞാനിപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായേ എൻ്റെ അതിൻ്റെ മേലെ കളർ കറക്റ്റ് ഇങ്ങനെ ഒരു ലൈന് പോലെ നിൽക്കുന്നുണ്ടെന്ന്. അത് ഞാൻ മാറ്റി. സോ ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങട്ടെ, എനിക്ക് ബസ്സിനും ട്രെയിനൊക്കെ ടൈം ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പോവാണ്. എന്തായാലും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണു. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ബസ് പിടിച്ച് നമ്മൾ ഫാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലെത്തിയ ഉടനെ നമ്മൾ ആദ്യം ഫാം ഷോപ്പിലാണ് പോവേണ്ടത്. അവിടുന്ന് അവർ നമുക്കിങ്ങനൊരു ബാഗ് തരും. ഈ ബാഗിലാണ് നമ്മൾ പിക്ക് ചെയ്ത ആപ്പിൾസൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇതിങ്ങനെ റെഡ് കളറിൽ മരത്തിലിങ്ങനെ നിൽക്കുന്ന നല്ല ഭംഗിയുണ്ടല്ലേ. മരത്തിലില്ലേക്കാളും കൂടുതൽ താഴെയുണ്ട്. ഇതിപ്പോൾ സീസണൊക്കെ തീരാനായല്ലോ, അതുകൊണ്ട് ഒക്കെ കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക തോന്നുന്നു. എനിക്കതിങ്ങനെ മൊത്തത്തിൽ കണ്ടപ്പോൾ എന്തൊക്കെ പറിക്കണം, എത്രയൊക്കെ എടുക്കണം, ഏതൊക്കെയാണ് നല്ലതെന്നൊന്നും ആൾക്കൊരു വെപ്രാളായിരുന്നു ഒക്കെ കൂടെ ഒപ്പം കണ്ടപ്പോൾ. നമുക്ക് ആദ്യം തന്നെ ഫാം ഷോപ്പിൽ നിന്ന് അവർ ഏതൊക്കെ ആപ്പിൾസൊക്കെയാണ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ കളറിലെ ആപ്പിൾസൊക്കെയാണ് ആയത്, ഈ കളറിലെ ആപ്പിൾ ഈ തരത്തിലുള്ളതാണ്, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെയാണൊക്കെ എന്നുള്ള ഒരു ബേസിക് ക്ലാസ് അവർ നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ അനുസരിച്ച് നമുക്ക് നോക്കി പിക്ക് ചെയ്ത് എടുക്കാം. ഇവിടെ സത്യം പറഞ്ഞാൽ 60 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആപ്പിൾസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്ക് മൊത്തത്തിൽ കാണുമ്പോൾ ഒക്കെ റെഡ്, യെല്ലോ അങ്ങനെ തോന്നും. പക്ഷേ 60 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ നോക്കി ടേസ്റ്റ് ചെയ്ത് വേണ്ടത്രയും നമുക്ക് പഠിച്ചു കൊണ്ടുവരാം. വേണ്ടത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിക്കറ്റിൽ നമുക്ക് 4 കിലോ വരെ ആപ്പിൾസാണ് പറിക്കാൻ വേണ്ടി പറ്റുക. ഓരോ ടിക്കറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഈ യെല്ലോ ആപ്പിൾസ് നോക്ക്, ഇതിൻ്റെ അകം നമ്മുടെ പേരയ്ക്ക് പോലെ പിങ്ക് ആണെന്നാണ് അവിടെ നിന്ന് അവർ പറഞ്ഞത്. ഞങ്ങളവിടെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം വേണ്ടതൊക്കെ പറിച്ച് ബാഗിലാക്കി ഇനിയിപ്പോൾ തിരിച്ചു പോവുക നല്ലൊരിതിലായി. അവിടെ ആപ്പിൾസ് അങ്ങനെ പിക്ക് ചെയ്യുന്നുള്ളത് അവർ കാണിക്കുന്നുണ്ടായിരുന്നു, അത് കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് പറ്റിയില്ല മഴ കാരണം. ഞങ്ങൾ വേഗം ബസ് പിടിച്ച് വീട്ടിൽ പോവുകയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ശരാ, ഞാനപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുവന്ന ആപ്പിളൊക്കെ വെച്ചിട്ട് ഇന്നൊരു ആപ്പിൾ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. ആപ്പിൾ കാരമൽ കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനങ്ങനെ ബേക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ 1-2 തവണയുള്ളൂ ബേക്ക് ചെയ്തിട്ട്. അത് തന്നെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല. എന്നാലും എനിക്കിതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കുറേ റീൽസിലൊക്കെ ആപ്പിൾ കേക്ക് അല്ലെങ്കിൽ ആപ്പിൾ മഫിൻസ് ഒക്കെ കണ്ടു, ആപ്പിൾ പൈയൊക്കെ. അപ്പം ഞാൻ അതിലൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് എനിക്ക് പറ്റും തോന്നുന്നത് ഞാനിന്ന് ഉണ്ടാക്കുകയാണ്. നോക്കിയൊക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാവും, ഫ്ലോപ്പ് ആവോ അതോ അടിപൊളിയായിട്ട് വരും നമുക്ക്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലെയിൻ ഫ്ലോർ എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ മൈദ. പിന്നെ എടുത്തത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കരയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഷുഗറാണ്. പിന്നെ പാലുണ്ട്, പിന്നെ മുട്ട. ഇതന്നെ ഉള്ളു മെയിനായിട്ട്. അങ്ങനെ ട്രേ ഒക്കെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തു. ഞാനിനി ഇതിന്ന് ഏതൊക്കെ ആപ്പിൾസൊക്കെയാണ് എനിക്ക് വേണ്ടത്, ഏതൊക്കെയാണ് നല്ലത് എന്നൊക്കെ നോക്കി, എന്തെങ്കിലും കേടുള്ളതുണ്ടോ എന്നൊക്കെ നോക്കി സെലക്ട് ചെയ്ത് ഓരോന്നായി നോക്കി എടുക്കുകയാണ്. ആപ്പിൾസൊക്കെ അങ്ങനെ എടുത്ത് വാഷ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് തുടങ്ങാണ്. ഇതിൽ എനിക്ക് 2 രീതിക്കാണ് വേണ്ടത്. ഒന്ന് ഇങ്ങനെ സ്ലൈഡായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന രീതിക്കുള്ളതാണ് വേണ്ടത്. ഇങ്ങനെ സൈഡിൽ ആവശ്യമില്ലാത്തൊക്കെ വരുമ്പോൾ നമുക്ക് അത് ഇടയ്ക്ക് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഇതിങ്ങനെയൊക്കെ കട്ട് ചെയ്ത് നമുക്കൊരു പാറ്റേണിൽ അറേഞ്ച് ചെയ്തെടുക്കാനുണ്ട്. എൻ്റെ ഉദ്ദേശമൊക്കെ കുറേ രീതിക്കാണ്, അതുപോലെയൊക്കെ നടക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇതിങ്ങനെ പാറ്റേൺ ആക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഡിസൈൻ പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി എനിക്ക് കുറച്ച് ആപ്പിൾ പ്യൂരി ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പിൾസ് പീൽ ഓഫ് ചെയ്ത് എടുത്ത്
കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടില്ല. എൻ്റെ ആവശ്യത്തിന് 3 മുട്ട മതിയാവും. അപ്പോൾ ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യാം. അത് നമുക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മറ്റേ ആപ്പിൾ പ്യൂരി ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എത്രയാണെന്നൊന്നും എനിക്കങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. ഞാനൊരു കണക്കിന് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആഡ് ചെയ്യുന്നത് മിൽക്കാണ്. മിൽക്ക് ആഡ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുക. അതായത് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്ലോർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്യാനുള്ളൂ. അത് ഞാൻ ഈ ചെറിയൊരു സ്പൂൺ അളവിൽ കുറച്ചെടുത്ത് ആഡ് ചെയ്യാണ്. അതും കൂടി കഴിഞ്ഞാൽ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഒരു 2-3 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുക്കി വെച്ച ആപ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ അതിലോട്ട് ഒഴിക്കാനുള്ള കാരമൽ സോസാണ് ഉണ്ടാക്കേണ്ടത്. ഞാനിതിലോട്ട് ഷുഗർ ആഡ് ചെയ്യുമ്പോൾ വീഡിയോ ഓണാക്കാൻ വേണ്ടി മറന്നു. എന്നാലും നിങ്ങൾ കുറച്ച് ഷുഗർ എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കാരമൽ സിറപ്പ് പോലെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ സോസ് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഈ അടുക്കി വെച്ച ആപ്പിളിലോട്ട് അത് മെല്ലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് അത് സെറ്റാവാൻ വേണ്ടി വെക്കുക. അതായത് ആപ്പിളും ആ സോസും കൂടെ സ്റ്റിക്ക് ചെയ്ത് അതൊരു ലെയർ പോലെ ആയി എടുക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ബാറ്റർ അതിലോട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ എന്നെപ്പോലെ ധൃതി പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഞാൻ ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ നോക്കി ഇതിൽ ആപ്പിൾസൊക്കെ പൊങ്ങി മേലെ വന്ന് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടത്ര ടൈം കൊടുത്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇത് അപ്സൈഡ് ഡൗൺ തിരിക്കുമ്പോൾ ഇതിൻ്റെ മേൽഭാഗം നല്ല ഭംഗിക്കൊരു ഡിസൈന് പോലെ വരുമെന്നായിരുന്നു. എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ആപ്പിൾസൊക്കെ പൊങ്ങി മേലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഇത് വേഗം ഓവനിൽ കയറ്റാൻ വേണ്ടി പോവുകയാണ്. വരുന്ന പോലെ വരട്ടെ. ഇതിപ്പോൾ വെച്ചിട്ട് ഏകദേശം കുറേ നേരമായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോർക്ക് എടുത്ത് കുത്തി നോക്കുന്നുണ്ട് ആയോ ഇല്ലേന്ന്. അതാണ് അതിൻ്റെ മേലെ വേറൊരു എക്സ്ട്രാ ഫോർക്കിൻ്റെ പാറ്റേൺ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സംഭവം സെറ്റായി വന്നിട്ടുണ്ട്. ഫുള്ളി കുക്കായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഇത് മറിച്ച് അപ്സൈഡ് ഡൗൺ ഇടലാണ്. അപ്പോൾ ഇനി എല്ലാം കൂടെ ഇളകി പൊട്ടുമെന്നൊക്കെ ഉള്ള ടെൻഷൻ എനിക്കുണ്ട്. എന്തായാലും നമുക്കത് ചെയ്ത് നോക്കാം. ഞാൻ പേടിച്ച പോലെ തന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ടപ്പോഴേക്കും അതിൻ്റെ അടിയിലുണ്ടായിരുന്ന കാരമൽ സോസൊക്കെ നിലത്ത് പോയി. എൻ്റെ ഡ്രസ്സിലും ഫ്ലോറിലും ക്യാബിനിലും എല്ലായിടത്തായിട്ടുണ്ട്. മധുരമായ സാധനം ആയതുകൊണ്ട് വേഗം അത് ഒട്ടിപ്പിടിക്കുന്ന മുമ്പ് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്യാന്നുള്ളതായി എൻ്റെ അടുത്ത ടെൻഷൻ. പിന്നെ എനിക്ക് കേക്കും വേണ്ട ഒന്നും വേണ്ട, അതെങ്ങനെയും ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി എന്നുള്ളതായി. നിലത്ത് പോയതൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കേക്കിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് കട്ട് ചെയ്യുക, കഴിക്കുക. ഞാൻ മേലെ നല്ല ഭംഗിക്ക് വരുന്ന പാറ്റേൺ ഡിസൈനൊക്കെ പ്രതീക്ഷിച്ച് ആപ്പിൾസിനൊന്നും കാണാൻ പോലും ഇല്ല. എനിക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒക്കെ താഴെ ഉണ്ട്. ഉണ്ട് എവിടെയും പോയിട്ടില്ല, ഒക്കെ താഴെ ഉണ്ട്. സാരമില്ല, നമുക്ക് അടുത്തേൽ പിടിക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്.
ഇനി എങ്ങനെയെന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിച്ചു നോക്കാം. ഒരു മാവ് തിന്നുന്ന പോലെ. കുഴപ്പമില്ല, ഫസ്റ്റ് ടൈം അല്ലേ, നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ ആപ്പിൾ പിക്കിങ്ങിന് ശേഷമുള്ള അടുത്ത പ്രഹസനം പംകിൻ പാച്ച്. ഈ പംകിൻ പാച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സീസണൽ ഫെസ്റ്റീവാണ്. എല്ലാ ഇയറിലും ഒക്ടോബർ ലാസ്റ്റ് ഇവർ ഹാലോവിൻ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ പംകിൻസ് മേടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ ക്രേവ് ചെയ്തിട്ട് ഇവർ വീടിൻ്റെ ഫ്രണ്ടുകളിൽ വെക്കും. അപ്പോൾ ഈ വരുന്ന ഗോസ്റ്റിനെ അതുവഴി പേടിപ്പിച്ച് വിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇവർ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഈ പംകിൻ പാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇയർലി ഈ ടൈം ആകുമ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പല തരത്തിലും പല സൈസിലൊക്കെ പംകിൻസൊക്കെ കൂട്ടിയിട്ടിട്ടും പിന്നെ ഗോസ്റ്റ് സ്കെൽട്ടൻസ് ഒക്കെ വെച്ചിട്ട് കുറേ പേടിപ്പെടുത്തുന്ന രീതിക്കുള്ള സെറ്റപ്സ് ഒക്കെ ചെയ്തിട്ട് മക്കൾക്കും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇവരിങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വരാറുണ്ട്. ഇവിടെ നമുക്ക് കുറേ ഫുഡ് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അതും ഇവരുടെ കുറേ ഫെസ്റ്റീവ് ഫുഡ്സൊക്കെ ഉണ്ട്, അതൊക്കെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതിൽ വരുന്നത്. വന്ന ദിവസം എന്തായാലും നല്ല അടിപൊളിയായിരുന്നു. രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് വരെയല്ലാണ്ട് വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. പക്ഷെ മഴയൊക്കെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, എല്ലാം കണ്ട് ഒക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു. മഴ നല്ല കൂടിയപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഡോണറ്റ്സ് ഒക്കെ വാങ്ങി അവിടെ ഒന്ന് ഇരുന്ന് ഒക്കെ ഒന്ന് നോക്കി കണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് വീട്ടിൽ വരികയാണ് ഉണ്ടായത്.